ഇത് മുണ്ടക്കയത്തു നിന്നുള്ള ഒരു ബസ് യാത്രയാണ് കേട്ടോ. ഇപ്പം കാറ്റും മഴയൊക്കെ അല്ലേ, നമ്മുടെ ഇവിടുത്തെ അവസ്ഥ നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഓർത്തു. പിന്നെ പുറത്തുനിന്ന് ഇവിടെയൊക്കെ കാണാൻ വരുന്നവരെ ഈ 2 മാസത്തേക്ക് വരണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്നാന്ന് വെച്ചാൽ നല്ല മഴയാണ്, അതേപോലെ തന്നെ തണുപ്പും. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ. ഇത് നമ്മൾ മുണ്ടക്കയത്തു നിന്ന് കയറി വരുമ്പോൾ കാണുന്ന വ്യൂ ആണേ. ഇവിടെ കണ്ടില്ലേ, കുറച്ച് തെളിച്ചമില്ലേ? പക്ഷേ ഇനി മുകളിലോട്ട് പോകുന്തോറും ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ് കേട്ടോ. ഇതെൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞൊന്നുമല്ല, മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. പൊതുവേ കുട്ടിക്കാന സൈഡ് അല്ലെങ്കിൽ തന്നെ നല്ല മഞ്ഞാണ്. അങ്ങനെ ഇങ്ങ് പോരുമ്പോഴത്തേനും വളഞ്ഞെങ്ങാനും എത്തിക്കഴിയുമ്പം അവിടെ നല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും കേട്ടോ. മഴയും മഞ്ഞും കാരണം അത്ര അങ്ങോട്ട് ക്ലിയർ ആയില്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട്. ഈ മഞ്ഞത്ത് ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ എന്നെ രസമല്ലേ. പക്ഷെ അത്ര രസമൊന്നുമില്ല, വണ്ടിക്കകത്തിരിക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ബസ്സിനകത്തായതുകൊണ്ട് അത്ര കുഴപ്പം തോന്നിയില്ല. ഈ ബൈക്കിൽ വരുന്നവരുടെ അവസ്ഥയൊക്കെ എന്നെ ആയിരിക്കും. പിന്നെ നമുക്കൊരു കുഴപ്പമുണ്ട്, നല്ല വെയിലാണെങ്കിൽ പറയും ഓ ചുട്ടു പൊള്ളുന്ന വെയിലാ, വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യെന്ന് പറയും. അതേപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ പറയും ഓ ഈ മഴ കാരണം പുറത്തെ ഒരു പണിയും നടക്കുന്നില്ല എന്ന് പറയും. അങ്ങനെ പറയാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലേ. പിന്നെ ഈ ബസ് ഓടിക്കുന്നവരെ സമ്മതിക്കണമല്ലേ, നല്ല മഞ്ഞാണ്, റോഡും കാണാൻ വയ്യ, എങ്കിൽ പോലും എന്ത് സുരക്ഷിതമായിട്ടല്ലേ നമ്മളിവർ കൊണ്ടുപോകുന്നത്. ഇത് ഏലപ്പാറ എത്തുന്നതിന് മുമ്പേ ഉള്ള കാഴ്ചയാണ് കേട്ടോ. മുഴുവൻ തേയിലക്കാടാണ്. ഇത് വെട്ടി നിർത്തിയേക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മൾ നമ്മുടെ വണ്ടിക്കാണ് പോയിട്ട് വരുന്നതെങ്കിൽ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് എടുക്കാമായിരുന്നു. ബസ്സായതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്, എങ്കിൽ കൂടി അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. പുറത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഈ ഏലക്കാടും തേയിലക്കാടും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയല്ലേ. പിന്നെ മഴയും മഞ്ഞും തണുപ്പും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയം വാകട്ടോ. ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല മഴയുമാണ്, തണുപ്പുമാണ്, മഞ്ഞുമുണ്ട്. പിന്നെ ഈ സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇത് ദേവർകൊണ്ട ആൻഡ് രശ്മിക, ഇവർ രണ്ടുപേരുടെ ഒരു സോങ്ങിൽ ഈ സ്ഥലം കാണാൻ പറ്റും കേട്ടോ. ഏലപ്പാറ എത്തുന്നതിന് മുന്നേ ഉള്ളൊരു വ്യൂ ആണേ. ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളി സ്ഥലവുമാണ്. ഇതിന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ വഴികളും അതേപോലെ തേയില വെട്ടി നിർത്തിയേക്കുന്നതും ഒക്കെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ എത്തിയപ്പോഴത്തേനുമാണെങ്കിൽ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നേ. എൻ്റെ സീറ്റിന് ബാക്ക് സീറ്റിലിരുന്ന ആൾക്കാർ ഞാൻ ഈ വിൻഡോ തുറന്നിട്ടിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മുഴുവനും നനഞ്ഞു. അവരുടെ വായിലിരിക്കുന്നത് എന്തിനാ കേൾക്കുന്നതെന്ന് വെച്ച് ഞാൻ പിന്നെ വിൻഡോ അടച്ചു വെച്ചു കേട്ടോ. പിന്നെ ചപ്പാത്ത് എത്തിയപ്പോഴാണ് മഴ കുറഞ്ഞത്. അതിനുശേഷം വീഡിയോ എടുത്തു കേട്ടോ. ഇതിന് മുന്നേ നല്ല വ്യൂ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചപ്പാത്താറ്റിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നേ. എല്ലാ പ്രാവശ്യവും ഈ പാലത്തെ വെള്ളം കയറുന്നതാണ് കേട്ടോ. ഈ പ്രാവശ്യത്തെ കാര്യം എങ്ങനെയാണെന്നറിയത്തില്ല, മഴ തുടങ്ങിയതല്ലേ ഉള്ളൂ, പോകെ പോകെ കാണാം. എല്ലാ പ്രാവശ്യവും വെള്ളവും കയറും, മരണവും ഉണ്ടാകും, ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടാകും. കഴിഞ്ഞ വട്ടം പാലത്തിൽ വെള്ളം കയറിയപ്പോഴേ പാലത്തിലെ കൈവരിയെല്ലാം കൊണ്ടുപോയായിരുന്നു. അതിനുശേഷം പുതിയതായിട്ട് പണിതാകട്ടോ. അതിനെന്തേലും ഉറപ്പുണ്ടെന്നുള്ളത് ഈ പ്രാവശ്യത്തെ മഴയത്ത് കാണാം. ഈ ആറിൻ്റെ സൈഡിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ കഷ്ടമല്ലേ. അതേപോലെ കടയൊക്കെ ഉള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ മഴ തുടങ്ങുന്ന സമയം തന്നെ ഇവിടെ നിന്നെല്ലാം മാറിക്കോളാൻ പറയും, വീടുകളിൽ നിന്നെല്ലാം മാറിക്കോളാൻ പറയും. പിന്നെ അവരവരുടെ സാധനങ്ങളെല്ലാം പിറക്കി വേറെ വീട്ടിലോട്ട് മാറും. ഈ മഴ കഴിഞ്ഞിട്ടല്ലേ അവർ തിരിച്ചു വരുന്നത്. അതൊക്കെ അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ കറക്റ്റ് ബുദ്ധിമുട്ട് എന്തുവാന്നുള്ളത് അറിയത്തുള്ളല്ലേ. പിന്നെ ഈ മഴ സമയത്തെ ഒരുപാട് സാധനങ്ങൾ ആറ്റിൽ കൂടെ ഒഴുകി വരുന്നുണ്ടായിരിക്കും. അത് പിടിക്കാനായിട്ടും മീൻ പിടിക്കാനായിട്ടും അങ്ങോട്ട് പോകാതിരിക്കുക കേട്ടോ.